ബാത്റൂമിലെ വേസ്റ്റ് ബക്കറ്റ് തുറന്ന് ഞാൻ ഒന്ന് അന്തം വിട്ടു. മൊത്തം പെണ്ണുങ്ങളുടെ അടിവസ്ത്രങ്ങളാണ് അതിലുണ്ടായിരുന്നത്. മുകളിൽ സാനിറ്ററി നാപ്കിൻ. പക്ഷെ അത് ഉപയോഗിച്ചിട്ടില്ല. എത്ര വലിയ പണക്കാരാണേലും ഈ സാധനം ഒരു വട്ടം ഉപയോഗിക്കാതെ ചുമ്മാ കളയില്ല. അപ്പോൾ എന്തോ രഹസ്യമായി വേസ്റ്റ് ബക്കറ്റിൽ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. കള്ളൻ്റെ തോന്നൽ കറക്റ്റായിരുന്നു. ഒരു ജാക്ക് പോട്ട് ഐറ്റമാണ് എന്നെയും കാത്ത് വേസ്റ്റ് ബക്കറ്റിലെ പെണ്ണുങ്ങളുടെ അടിവസ്ത്രത്തിൻ്റെ അടിയിൽ ഒളിപ്പിച്ചിരുന്നത്. ധൃതി വെക്കാതെ ഐറ്റം എന്താണെന്ന് ഞാൻ പറയാം. അതിനു മുൻപ് നിങ്ങൾ ഇതോടെ ഒന്ന് കേൾക്ക്. സംഭവിച്ചൊരു ട്വിസ്റ്റാ. വർക്കല ഇടവയിലെ വീട്ടിലായിരുന്നു അന്ന് ആ മോഷണം നടത്തിയത്. ബാത്റൂമിൻ്റെ കമ്പി വളച്ചാണ് വീട്ടിൽ കിടന്നത്. ഇത്തിരി പണിയുണ്ട്. എന്നാലും പഠിച്ച പണി ഇതായതുകൊണ്ട് പുഷ്പം പോലെ ഞാൻ കമ്പി വളച്ചകത്ത് കയറി. എല്ലാം കൈപ്പണിയാണെന്നേ. ബാത്റൂമിനോട് ചേർന്ന ഒരു മുറി. അവിടെ 5 പെണ്ണുങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 2 പേര് കട്ടിലും 3 പേര് നിലത്തുമായിട്ടാണ് കിടപ്പ്. നല്ല കാഴ്ചയാണ്. കൺട്രോൾ വിടാതെ ഞാൻ കാര്യത്തിലേക്ക് കടന്നു. സംഗതി അന്ന് ആ വീട്ടിൽ ആരുടെയോ നിക്കാഹായിരുന്നു. എല്ലാവരും നല്ല മോരി ഉറക്കമാണ്. കല്യാണമോ ചാവോ നടന്ന വീടുകളിൽ കയറുന്നത് സുരക്ഷിതാണ്. മോഷണത്തിന് ആൾ കുറവുള്ള വീടിനേക്കാൾ നല്ലത് ആൾ കൂടിയ വീടാണ്. ഇത്തിരി ഒച്ചയുണ്ടായാലും അത് വീട്ടിലെ മറ്റാരെങ്കിലും ആയിരിക്കുമെന്ന് വീട്ടുകാരങ്ങ് വിചാരിക്കും. പെണ്ണുങ്ങളുടെ ദേഹത്ത് എടുക്കുന്ന പൊന്നല്ലാതെ വേറൊരു കോപ്പും കാണാനില്ല. ശരീരത്തിലുള്ള സാധനം എടുക്കുന്നത് നീതിയല്ല. ഞങ്ങൾ കള്ളന്മാരുടെ പ്രിൻസിപ്പലാണ്. അത് ഫോളോ ചെയ്യാത്തവന്മാരും ഉണ്ട്. നമ്മൾ പിന്നെ നീതി വിട്ടൊരു കളിക്ക് നിൽക്കാത്ത കള്ളനാണ്. കാര്യമായി ഒന്നും തടയാത്തതിൽ നിരാശനായി പുറത്തു കിടക്കാൻ ഞാൻ ബാത്റൂമിലേക്ക് കയറി. ഇറങ്ങിയ പോലെയല്ല, കയറാൻ ഇച്ചിരി പാടാ. ജനലിന് നല്ല പൊക്കമുണ്ട്. ആ നേരത്താണ് നേരത്തെ പറഞ്ഞ വേസ്റ്റ് ബക്കറ്റ് കണ്ടതും സാധാരണയിലും കനം തോന്നിയ ആ വേസ്റ്റ് ബക്കറ്റ് ഞാൻ തുറന്നു നോക്കിയതും. ഇനി ബക്കറ്റിൽ നിന്ന് കിട്ടിയ ജാക്ക് പോട്ട് എന്താണെന്ന് പറയാം. അതിലൊരു 112 പവൻ സ്വർണവും 5000 രൂപയുണ്ടായിരുന്നു. അടിസക്കെ, കള്ളന് കോളടിച്ചല്ലോ എന്നല്ലേ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നേ? ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ സ്വർണവും തൂക്കി പുറത്തിറങ്ങി എനിക്ക് മറ്റൊരു 6 ഐറ്റം പണികിടപ്പുണ്ടായിരുന്നു. അതാണ് ഒരു കള്ളൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ജാക്ക് പോട്ട്. പുറത്തിറങ്ങി പെരുങ്കള്ളനെ കാത്തിരുന്ന പണി എന്തായിരിക്കും? ബാക്കി കഥയറിയാനും ഇരുളിൻ്റെ മറവിൽ ജീവൻ പണയപ്പെടുത്തി ചെയ്ത മോഷണ രഹസ്യങ്ങളുടെ കഥ ആ കള്ളൻ തന്നെ പറയുന്നത് കേട്ടാലോ? കുക്കു എഫ്എമ്മിലെ തസ്കരൻ മണിയമ്പിള്ളയുടെ ആത്മകഥയിലൂടെ കള്ളൻ്റെ കിടിലൻ കളികൾ കാശ് മുടക്കാതെ ഫ്രീ ആയി കേട്ട് ആസ്വദിക്കാം. ഇൻസ്റ്റാൾ ദി ആപ്പ് നൗ.